विनम्र यीशु मसीह नाम से जिनके लाभ के नस्ल में अलीकुम दोबारा आने वाला यीशु मसीह का नाम में मैं सबको अभिवादन करता हूँ। आज और एक दिन प्रभु हमारा जीवन में दिया, हम प्रभु के चरणों में आकर इस बच्चों के साथ आराधना करने के लिए एक अच्छा मौका प्रभु ने हमारे जीवन में दिया। ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലൊരു അവസരം ഒരുക്കി തന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഈ ചേട്ടന്മാരോടും എല്ലാ സാറുമാരോടും ടീച്ചർമാരോടും എല്ലാവരും കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ദൈവം നല്ലൊരു ദിവസം നല്ലൊരു സമയം ദൈവം നമുക്ക് നൽകി തന്നു. നമ്മുടെ കൂട്ടത്തിൽ പുതിയ കൂട്ടുകാരുണ്ട്, പഴയവരുമുണ്ട്. हमारे साथ कुछ लोग नया लोग हैं, कुछ लोग पुराना लोग हैं. പക്ഷെ നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും സ്ഥാപനത്തിലായിരിക്കുന്നത് നിങ്ങളുടെ പഠനത്തോടനുബന്ധിച്ചാണ്, അല്ലേ? हम सब इधर है सिर्फ पढ़ाई के लिए और कुछ काम के लिए नहीं है. सिर्फ पढ़ाई की रिश्ता में मामले में हम सब लोग इधर जुड़े हैं अलग अलग जगह से. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള പലരും ഇവിടെയുണ്ട്. കേരളത്തിലുള്ളവർ മാത്രമല്ല, പലരും ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ പല ഭാഷകൾ സംസാരിക്കുന്നവര്, പല കൾച്ചറിൽ ജീവിച്ചവര്, പല പല കുടുംബക്കാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും, അല്ലെ? കറുത്തവരായാലും വെളുത്തവരായാലും പൊക്കം കുറഞ്ഞവരായാലും കണ്ണാടി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ആരായാലും, മുടിയുള്ളവരായാലും മുടി ഇല്ലാത്തവരായാലും ആരായാലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമാനമാണ്, എല്ലാവരും ഒരുപോലെയാണ്. मैं बोल रहा था हम अलग अलग जगह से लोग आकर अंदर बैठा है, अलग अलग स्टेट से अलग अलग भाषा बोलने वाला, अलग अलग चमड़ी का कलर वाला, काला या गोरा या बाल है और बाल नहीं है, और नाटा या लंबा, फिर भी परमेश्वर की नजरों में हम सब एक ही समान हैं. हालेलुया. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്, ഒന്നാണ്, അല്ലേ? ആണോ അല്ലയോ? നാളെ മുതൽ സ്കൂൾ തുറക്കാൻ പോകുന്നതിന്റെ വിഷമമാണ് തോന്നുന്നില്ല എല്ലാവർക്കും. നാളെ ഇന്ന് ജൂൺ 1 തോന്നുന്നില്ല, ബുധനാഴ്ചയാണ് സ്കൂൾ തുറക്കുന്നത്. അവധി വീണ്ടും നീട്ടി കിട്ടി. എന്നാലും ഇനി സമയം മുന്നോട്ട് അധികം ഇല്ല. പുതിയ ബാഗ്, പുതിയ ബുക്ക്. ചില സ്കൂളുകൾ മാത്രമുള്ളവരുണ്ട്, ആരും സന്തോഷിക്കണ്ട. ചില സ്കൂളുകൾ നാളെ തന്നെ തുറക്കും. പെട്ടെന്ന് ഒരു സന്തോഷം വന്നിട്ട് നഷ്ടപ്പെട്ടല്ലേ? ഇനി ഒരു 2 ദിവസം കൂടെ കിട്ടുന്നില്ല, ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ചില സ്കൂളുകൾക്ക് ബുധനാഴ്ച ആയിരിക്കും, ചില സ്കൂളുകൾക്ക് നാളെ തന്നെ ആയിരിക്കും സ്കൂൾ തുറക്കുന്നത്. പുതിയ ബാഗിന്റെ ഒക്കെ സ്മെല്ല്, പുതിയ പുസ്തകം, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ കൂട്ടുകാര്, ചിലവർക്ക് പുതിയ യൂണിഫോം കിട്ടാൻ പോവുക. ആരുടെയെങ്കിലും യൂണിഫോം ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്റെ സ്കൂളിൽ? അഡാസയുടെ സ്കൂളിൽ യൂണിഫോം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ യൂണിഫോം, എല്ലാം പുതിയതാണ്. അതിലൂടെ പുതിയ പേടി, അല്ലെ? പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുതിയതായ പേടികളുണ്ട് പല കാര്യങ്ങൾക്കും. പുതിയ സ്ഥലത്ത് ഇപ്പൊ പുതിയ റൂമിൽ കിടന്നുറങ്ങുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പലരും. എല്ലാം പുതിയതാണ്. ചിലവർക്കെല്ലാം പഴയ തന്നെയാണ്. കുछ लोगों मैं बोल रहा था, ഈ ഇന്ന് ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കോളേജ് തുറന്നത് എപ്പോഴാണ്, അടയ്ക്കുന്നത് എപ്പോഴാണ് അവർക്കും അറിയത്തില്ല. കാരണം അവർക്ക് നിങ്ങളെപ്പോലെ അവധി കിട്ടിയിട്ടില്ല. मैं बोल रहा था बच्चों लोग के लिए एक नया साल की शुरुआत है कल से लेकर. वो लोग ये डर में हैं आने वाले दिनों में क्या होगा करके. साथ ही साथ मैं बोल रहा था आप लोगों को तो कब बोला कब बंद हुआ करके पता नहीं है. हमारा तो छुट्टी नहीं था, അവർക്ക് അവധി ഒന്നുമില്ലായിരുന്നു. അവരെല്ലാ സമയത്തും ക്ലാസ്സിൽ വരും, പഠിക്കും. അവരുടെ ജീവിതശൈലി അങ്ങനെയാണ് ഈ സമയത്ത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പലരും പുതിയതായിട്ട് വന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കണം. ആ രണ്ടാമതിരിക്കുന്ന ആളുടെ പേര് പുതിയ ആളാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇരിക്കുമ്പോൾ പുറകോട്ടും സൈഡിലേക്കല്ല നോക്കിയിരിക്കുന്നത്, മുന്നോട്ട് നോക്കിയിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എങ്ങാനും ഉറങ്ങി വീണാൽ പോലും പിടിക്കാൻ ആരുമില്ല, നേരെ താഴ്ത്തു വീഴും. മനസ്സിലായോ? പുതിയ ടീച്ചർമാരും കാണും നിങ്ങളുടെ സ്കൂളിൽ. എല്ലാം ഒരു പുതിയൊരു അനുഭൂതിയാണ്. ഞാനും അങ്ങനത്തെ അവസ്ഥകളെ കടന്നു പോയിട്ടുണ്ട്. എല്ലാം പുതിയതായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു പുതിയ പേടിയും മനസ്സിൽ കാണും. ഇനി 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലൊക്കെ ചെല്ലുന്നവരാണെങ്കിൽ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്, അല്ലെ? 10ാം ക്ലാസ് മാത്രമല്ല, നമ്മൾ ഓരോ ക്ലാസ്സിൽ കയറി ഇരിക്കുമ്പോഴും നമുക്ക് പേടിയുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എത്ര പേര്, നിങ്ങൾ പറയുന്നത് എത്ര പേര് ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ ആഴ്ച ഒരു ടീച്ചർ വന്ന് നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകി തന്നായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം എത്ര പേര് ഓർക്കുന്നുണ്ട്? पिछले जो रविवार को जो प्रचार इधर हुआ था, कितने लोग याद रखता है? कुछ लोग खड़े होकर बोलना पड़ेगा. ट्रांसलेशन तो था, मैं ही ट्रांसलेशन किया था. आप ही लोग उണ്ടോ ഗേൾസിൽ നിന്ന്? ആരെ കുറിച്ചായിരുന്നു? ചക്രവർത്തി പറഞ്ഞ കുഴപ്പമില്ല, തെറ്റായാലും കുഴപ്പമില്ല.
पॉलिटिकल्सने कुछ किसके बारे में प्रचार हुआ था पिछले रविवार को? ആൻഡ്രൂ के बारे में प्रचार हुआ था. ഈ പ്രസംഗം നടന്നുവരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് മുമ്പായിട്ട് നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഞാനിപ്പോൾ കേൾക്കാൻ പോകുന്ന ചെറിയ ചിന്ത എന്റെ ഈ ജീവിതത്തിൽ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് മനസ്സിലാക്കുവാനും അതിൽ ജീവിക്കുവാനും എന്നെ സഹായിക്കുമെന്ന് നാം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചോട്ടെ. നാം सब लोग आँख बंद करके प्रार्थना करेंगे. ऐसा प्रार्थना करेंगे, प्रभु एक छोटी सी मदद करने के लिए मैं जा रहा हूँ. प्रभु चिंता का समय मेडिटेशन मेरा मन में मेरे लिए बहुत लाभदायक होने पाए. प्रभु ऐसा प्रार्थना करेंगे. सर्वस्नान പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്നിരുന്നല്ല സുപ്രഭാതത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും കുട്ടികളോട് ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും നൽകി തന്ന അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെപ്പോലുള്ള പലർക്കും ഈ ഒരു നല്ലൊരു അവസരം ലഭിക്കാതെ ജീവിതം എന്താണ് എന്നൊരു ചോദ്യചിഹ്നമായി നടക്കുന്നവർ ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ടു കിട്ടിയ ഒരു സൗഭാഗ്യം അവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കുറച്ച് സമയം അങ്ങനെ വചനത്തെ ചിന്തിക്കുവാനായിട്ട്, ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കി തീർക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും വീട്ടിൽ കുട്ടികളെയും ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണ് പിതാവേ. ആമേൻ, ആമേൻ. എല്ലാം റെഡിയാണോ? നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച അതേ വചനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോരാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 6 मुदल यूहन्ना से सुसमाचार उसका 6 अध्याय 6 से लेकर सब लोग हमारा साथ बोलना. आप लोगों के बीच में से किसी ने खड़े होकर पढ़ने की जरूरत है. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ എല്ലാം കിട്ടിയോ? ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരൊരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 ജവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. 6 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. यूहन्ना से सुसमाचार उसका अध्याय 6 से लेकर 9 तक किसी ने जल्दी खड़े होकर आवाज उठाकर पढ़ना. उसने यह बात उसे करने के लिए कही, क्योंकि वह आज जानता था कि वह क्या करेगा. फिलिप्पुस ने उत्तर दिया, 200 दीनार की रोटी भी उनके लिए पूरी न होगी कि उनसे ये हर एक को थोड़ी थोड़ी मिल जाए. इसके शहरों में से सीमोन पतरस के पास अंद्रियास ने उससे कहा, यहाँ एक लड़का है जिसके पास जो कि 5 रोटी और 2 मछलियां है, परंतु जितने लोगों के लिए वे है वे क्या है. ആമേൻ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം മെസ്സേജ് ഏകദേശം ഓർമ്മ വരുന്നുണ്ട്. അന്ത്രയാസ് എന്തോ പറഞ്ഞത്, അവിടെ യേശുക്രിസ്തുവിന്റെ കൂടത്തിൽ പുരുഷാരം ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിന് നമ്മുടെ ഈ വചനം വായിച്ച ഈ വചനഭാഗം നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അവര് ഗലീലി എന്ന സമുദ്രത്തിന്റെ അടുത്താണ്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലി കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളെ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന മുഖ്യമായ വ്യക്തിത്വങ്ങൾ അതിൽ വലിയൊരു പുരുഷാരമുണ്ട്, പിന്നെ യേശുക്രിസ്തുവുണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ആരുടെയൊക്കെയാണ്? ഒന്നാമതായിട്ട് പറഞ്ഞ ആരുടെയാ? ഫിലിപ്പോസ്. ഫിലിപ്പോസ് എങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മളെ വായിക്കുവാൻ സാധിക്കുന്നത്. ഫിലിപ്പോസ് പറയുന്നത് അതിന്റെ 6-ാം വചനം, ഇത് അവനെ പരീക്ഷിപ്പാനത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അവിടെ താൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞത് ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന്. ഫിലിപ്പോസ് പറഞ്ഞത് ഓരോ വ്യക്തിക്കും ഇച്ചിരി അല്പം ലഭിക്കേണ്ടതിന് ഈ 200 പണം കൊണ്ട് ഒന്നും ആകത്തില്ല. അതായത് ഫിലിപ്പോസ് പറഞ്ഞത്. പക്ഷേ അന്ത്രയാസ് പറഞ്ഞ എന്തുവാ? അവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യില് ഈ 200 പണവും ഈ ബാലകന്റെ കയ്യിരിക്കുന്ന അപ്പവും മീനും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ. ഞാൻ ചിന്തിച്ചത് അവിടെ ഇരുന്ന ബാലകനെ കുറിച്ചാണ്. അവൻ ദൈവത്തിന്റെ യേശുവിന്റെ അടുത്ത ഒരു കുടുംബമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കാൻ കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് അവന് വേണ്ടി ചില കാര്യങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു.
അവിടെ യേശു ശിഷ്യന്മാരെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഒരു സമയം ഒരിക്കൽ നമുക്ക് ആ ബാലകൻ ഇരിക്കുന്ന പോലെ ഇരുന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. വലിയൊരു പുരുഷാരത്തിൽ ഞാൻ നിങ്ങൾ ഇരിക്കുന്നു, ഇച്ചിരി കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം ഞാൻ സ്വരുക്കൂട്ടിക്കൊണ്ടായിരിക്കുന്നത്. എന്റെ ജീവിതത്തിലേക്കുള്ള സന്തോഷം എല്ലാം ഞാൻ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നു. നോക്കി നിന്നതിന് ശേഷം എന്റെ അടുത്തിരുന്ന അങ്കിൾ പറയുക, അത്രയും പറയുക, അതെ ഇവന്റെ കയ്യില് 5 അപ്പവും എന്തുകൊള്ളത്. मैं सोच रहा था ये यीशु मसीह के चेहरे लोग बात कर रहा था, बहुत बड़ा झुंड है. फिलिपोस के नाम लिखा है, यीशु मसीह के बारे में लिखा है, अंद्रियास के बारे में लिखा है. मैं वो लड़का के बारे में सोच रहा था. उन्होंने उनके जीवन के लिए कुछ चीजें संभाल के लेके आए हैं, घर से उनको भेजा होगा. थोड़ी समय के बाद भूख लगेगा तब मैं खाऊंगा करके. वो ऐसा बैठ के मैं वो लड़का के समान बैठ के मैं भी सोचा थोड़ी समय के मैं खाऊंगा. बहुत बड़ा योजना था शायद इनके मन में. और समय उन्होंने देखा जो साइड में बैठने वाला जो अंकल है, मतलब अंद्रियास उनके लिए अंकल ही बन जाएगा क्योंकि बड़ा आदमी है. वो उनके हाथों में देख के बोल रहे हैं, देखो लड़का के हाथों में क्या है. एक बार सोचो लड़का को कैसे लगा होगा, अरे ये अंकल ऐसा क्यों कर रहे हैं, मेरे हाथों में जो है उसके बारे में जाकर बताने की क्या जरूरत है. ആ ബാലകൻ വിചാരിച്ചു കാണും, ഈ അങ്കിൾ വേറൊരു പണിയില്ല, എന്റെ അടുത്ത് ആളുള്ള ഒരു ഇച്ചിരിയാ, അതിനെ കുറിച്ച് എല്ലാവരോടും വിളിച്ചു പറയുന്നു. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളെ യേശുവിന്റെ അടുത്ത് വിളിച്ചു പറയുന്നു. വിചാരിച്ചു കാണത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ സംബന്ധിച്ച് നമ്മളങ്ങനെ വിചാരിക്കുകയല്ലേ. പക്ഷെ ഒന്ന് മിണ്ടാണ്ടിരുന്ന് നല്ലതായിരുന്നു. ആകെ ഉള്ളത് 5 അപ്പവും 2 മീനുമാണ്. അതിന്റെ കാര്യം ഇപ്പൊ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു. അതിനുശേഷമുള്ള ഒരു വചനം ഞാൻ എന്റെ ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ, ഗ്രാമർ പഠിക്കാത്ത ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ താഴത്തേക്കുള്ള വചനം നമുക്ക് വായിക്കാം. 10 ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. അപ്പൊ ഇരിക്കുവാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർക്ക് നല്ല മെത്ത പോലത്തെ സ്ഥലം, പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാം ഇരുന്നു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി. किसी ने उसका 11 वचन इंग्लिश में पढ़िए, ESV से इंग्लिश में, और हिंदी में भी एक व्यक्ति पढ़ना है. वर्स 11 അതായത് 11ാം വചനത്തിലാണ് നമ്മൾ നോക്കുന്നത്. 11ാം വചനം എല്ലാവരും നോക്കുക. Jesus then took the loaves and when he had given thanks. അവിടെ മുഴുവൻ എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ്. took എന്നുള്ള വാക്ക് ഇല്ലെങ്കിൽ എടുത്തു എന്നുള്ള ഒരു വാക്ക് ഏതിന്റെ പാസ്റ്റ് ടെൻസാ? മലയാളത്തിന് എനിക്കറിയത്തില്ല, കാരണം ഇംഗ്ലീഷിന് എനിക്കറിയാം. ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് took. അപ്പോൾ ഈ പയ്യൻ, ഈ ബാലകൻ, നമ്മളിപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്ന് അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമായിട്ടിരിക്കും. हमारा जैसे लड़का वहां बैठा है, उनका हाथों में 5 रोटियां और 2 मछली है. उसके बाद जब पढ़ के देखे वहां लिखा है यीशु मसीह ने वो लिया, ऐसा ही लिखा है हिंदी में. जीसस देन टुक. ആ പയ്യന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും യേശു ക്രിസ്തു എടുത്തു. അപ്പൊ അവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിലുള്ളതും പോയി, ഇനി കിട്ടുമെന്നുള്ളതും ഡൗട്ടാ, കാരണം ഇത്രയും പേരുണ്ട്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിച്ചത്. ആ പയ്യനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോ അവൻ അവന്റെ ജീവിതത്തിലേക്ക് കരുതി വെച്ചിരുന്ന ആകെ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുക്രിസ്തു എടുത്തു. ഇനി എന്തു അവന്റെ കയ്യിലുള്ളത്? ഒന്നുമില്ല. ഇനി അവന്റെ കയ്യിൽ അവന് വേണ്ടി എന്ന് വെച്ചാൽ അവൻ സ്വരുക്കൂടി വെച്ചിരുന്നതായിട്ട് ഒന്നുമില്ല. അവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളൊക്കെ നല്ല ഉടുപ്പും നല്ല പേനയും പെൻസിലൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ നേരത്തെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ അത് ആരെങ്കിലും അങ്ങ് എടുക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആകും? ഉള്ളതും എന്റെ കയ്യിൽ ഒന്നാമതേ ഇല്ലായിരുന്നു, ആ ഉള്ളതും എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഈ പയ്യൻ അങ്ങനെയായിരിക്കില്ല വിചാരിച്ചത്. लड़का क्या सोचेगा, मेरे हाथ में अभी तक तो थोड़ी समय खाने के लिए रखा था, 5 रोटियां 2 मछली था, वो भी यीशु मसीह ने ले लिया. पहले मैंने चुप चुप के बैठा था, ये भाई ने आकर बोलने से यीशु मसीह ने ले लिया. 15 വചനം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഓരോ വചനം എടുത്തിട്ട് ഞാൻ അതിന്റെ ചരിത്രം എനിക്ക് പറഞ്ഞു തരുന്നത്. 12 വചനം. അവർക്ക് തൃപ്തിയായ ശേഷം ഫിലിപ്പോസ് പറഞ്ഞത് അല്പം കൊടുക്കാനായിട്ട് ഈ 20 പണത്തിനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ 12ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും തൃപ്തിയായി. ഞാൻ വീണ്ടും ബാലന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അവന്റെ ജീവിതത്തിലുള്ളത് അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവം എടുത്തപ്പോൾ നൽകി കൊടുത്തു.
നൽകിക്കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവൻ വിചാരിച്ച അവന്റെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരുന്നെന്ന്. और लड़का का हाथ में जो था वो यीशु मसीह ने ले लिया और यीशु मसीह के हाथ में उन्होंने दिया. उन्होंने ऐसा सोच रहा था मेरे लिए क्या होगा. നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തുവാണെങ്കിലും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ചെറിയ സങ്കടമൊക്കെ കാണും. ചിലപ്പോൾ നിങ്ങൾ നല്ല വലിയ വീട്ടിലും വലിയ വലിയ കൂട്ടുകാരുടെ ഒക്കെ ജീവിച്ചവരായിരിക്കും. ഇപ്പൊ നിങ്ങളിവിടെ വന്നു നിൽക്കുമ്പോൾ എല്ലാം പുതിയതാ. അപ്പൊ ദൈവം നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 12-ാം വചനം വായിച്ചു നോക്കി. എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ വലുതാണെന്ന് വിചാരിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ആ പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന പോലെ 5 അപ്പവും 2 മീൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് എടുത്തിട്ടുണ്ടെങ്കിൽ 12-ാം വചനം വായിച്ചു നോക്കിയേ, അവർക്ക് तृप्ति वनु. अगर आपका जीवन से परमेश्वर कुछ लिया तो आप आपके जीवन के प्लान, आपके जीवन के बारे में कुछ योजना बना के लाया होगा या पहले से योजना होगा और आप संभाल के रखा होगा. ऐसा वाला एक समय में प्रभु ने आपके हाथों से वो ले लिया. वो लेने के समय आप दुखी हुआ होगा, निराश हुआ होगा. फिर भी ये सोचना, अगर प्रभु ने लिया तो वो किसी से उधार वाला, किसी से कुछ लेकर वापस देगा नहीं देगा. യേശു കർത്താവ് ആരുടെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടാറില്ല, അവൻ ആർക്കും കടക്കാരൻ അല്ല. 12-ാം വചനത്തിൽ എഴുതിച്ചിരിക്കുന്നത് എന്തുവാ? അവിടെയുള്ള എല്ലാവർക്കും തൃപ്തിയായതിനു ശേഷം മിച്ചം വന്നു. ആദ്യം എത്ര ഉണ്ടായിരുന്നത്? 5 അപ്പവും 2 മീനും. ഇപ്പൊ ആ ബാലന്റെ, ആ പയ്യന്റെ ചില സന്തോഷം ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ആ ഒരു കൂട്ടത്തിൽ ആരെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്? അവരന്യോന്യം അയ്യോ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു, അവന്റെ കയ്യിൽ നിന്നാണ് ഇതെല്ലാം യേശു കർത്താവ് എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും തന്നത്. അവനെ കുറിച്ച് പിന്നെ മുന്നോട്ടുള്ള വചനത്തിലോ മുന്നോട്ടുള്ള ചരിത്രത്തിലോ അവനെ കുറിച്ച് എങ്കിലും എഴുതിയിട്ടില്ല. പക്ഷേ അന്ന് ആ 5000 പേരുടെ മധ്യത്തിൽ ദൈവം അവന് ഒരു സ്ഥാനം കൊടുത്തോ ഇല്ലയോ? वो 5000 लोगों के बीच में परमेश्वर और लड़का को एक स्थान, एक पोजीशन दिया. उनके बारे में और आने वाले वचनों में और कहां पे भी हम नहीं पढ़ सकता है. फिर भी ये 5000 लोगों का बड़ा मीटिंग में मुख्य रूप से किसके नाम है, उनके नाम भी पता नहीं है. एक लड़का, അവന്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അവൻ അന്നത്തെ ആ മീറ്റിംഗില് ഒരു ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. എനിക്ക് ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ദൈവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു അനുഭവം ഞാൻ വളരെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. अगर परमेश्वर हमारे जीवन से कुछ चीज लिया तो वो बातें मुझे आपको निराश में डाला होगा. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം എടുക്കുമ്പോൾ അത് നിങ്ങൾ വളരെ ദുഃഖിപ്പിച്ച കാര്യമായിരിക്കാം, നിരാശപ്പെടുത്തിയ കാര്യമായിരിക്കാം. പക്ഷേ 12-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? അവൻ എടുത്തതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. When he took, there was a purpose. जब उन्होंने लिया, उसके पीछे एक उद्देश्य था. കാരണം അതിന്റെ 6-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ശിഷ്യന്മാർക്ക് അത്രയ്ക്ക് അങ്ങ് അറിയത്തില്ലായിരുന്നു. वहां उसके 6 वचन में लिखा है, उन्होंने क्या करने जा रहा है उनको बहुत अच्छा से पता है. उसके 6 वचन पढ़िए किसी ने. 6-ാം വചനം വായിക്കാം നമുക്ക്. എന്ത് ചെയ്യുവാൻ പോയിരുന്നു എന്ന് താൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആ പാവം പിടിച്ച ചെറുക്കന്റെ കയ്യിൽ നിന്ന് ആ 5 അപ്പവും 2 മീനും കൂടെ എടുത്തത്. उसकी बात वो जो लड़का का हाथों से, मासूम लड़का का हाथों से तो 5 रोटियां 2 मछली यीशु मसीह ले लिया. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഞാൻ ആ പയ്യന്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ അവനിപ്പോ എത്ര സന്തോഷവനായി കാണാം. അവന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ചില കാര്യങ്ങളാണ്, അവന്റെ മാത്രം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ അത് യേശു കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, യേശു അത് എടുത്തപ്പോൾ അവന് മാത്രമല്ല, അവന്റെ കുടുംബത്തിന് മാത്രമല്ല, അവിടെ വന്ന 5000 പുരുഷന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, അവരുടെ കൂട്ടുകാരായ കുട്ടികളുണ്ട്, അവിടെ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നൽകി തരുന്ന വിധത്തിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും. ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, നമ്മൾ പല കളറുള്ളവരുണ്ട്, പൊക്കമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, മുടിയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഒന്നുമല്ല. ഇതൊന്നും യേശു കർത്താവിന് മുന്നിൽ വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. അവൻ കാണുന്നത് നിനക്ക് എനിക്ക് അവന് വേണ്ടി കൊടുക്കുവാനായിട്ട് മനസ്സ് ഉണ്ടോ എന്നുള്ളതാണ്.
यीशु मसीह हमसे ये देखता है, देखता है अगर उन्होंने हमारा हाथों से कुछ लिया तो हम उसके लिए तैयार है नहीं, उनके लिए देने के लिए हम तैयार है नहीं. അപ്പോൾ ഈ ചെറിയൊരു ചിന്തയിൽ നിന്ന് ഞാൻ നിങ്ങൾ പഠിച്ച കാര്യം എന്തുവാ? ഇനിയുള്ള മുന്നോട്ടുള്ള സമയം, ഇനിയുള്ള മുന്നോട്ടുള്ള ദിനങ്ങൾ, ദിവസങ്ങൾ നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കണം? നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധി ഉണ്ടായിരിക്കുള്ള ക്ലാസ്സിൽ 50-50 കിട്ടിയവരുണ്ടാവും, 50-5 കിട്ടിയവരുണ്ടാകും. ഇതൊന്നുമല്ല. നിങ്ങൾ എത്ര ഉണ്ടോ അത് ദൈവത്തിന് വേണ്ടി മാക്സിമം നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ ആ പയ്യന്റെ ജീവിതം പോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം, ആ ബാലന്റെ ജീവിതം പോലെ ആയിരിക്കും. अगर आप क्लास में अच्छा पढ़ने वाला लोग होगा या वीडियो पढ़ने वाला लोग होगा, बिल्कुल पढ़ने के बाद नहीं लिखना आने वाला लोग भी होगा, फिर भी आपको परमेश्वर के लिए देने के लिए, उनकी कामों के लिए खड़ा होने के लिए मनस है या दिल है तो, हृदय है तो वो लड़का के समान, वो 5000 नहीं, उतना बड़ा भीड़ में हमको भी एक नाम, एक पोजीशन मिल जाता है. അവൻ അന്ന് 5 അപ്പവും 2 മീനും അവിടെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു സന്തോഷം മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൻ വന്നത്. പക്ഷേ അവനിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ പഴയ ആളായിട്ടല്ല പോകുന്നത്. ആ മീറ്റിംഗിൽ ആ വലിയ വിശാലത്തിന്റെ ഇടയിൽ എന്തോ ഒരു വലിയ പ്രവൃത്തി ചെയ്തപ്പോൾ അവനും അതിൽ ഇടം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും പുതിയവരും പഴയവരും നയായ പുരാണയ कोई भी होगा या बड़ा या छोटा, വലിയവരും ചെറിയവരും ആരാണെങ്കിലും നമ്മൾ ഏതൊക്കെ എവിടെയെങ്കിലും സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞു കൂട്ടുകാരായിരിക്കും ഇനി വരും കാലങ്ങളിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ പൊസിഷൻസ് ഇരിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതിനോട്ടുള്ള ഓട്ടത്തിന്റെ തുടക്കമാണ്. ചിലരുടെ ജീവിതത്തിലൊക്കെ പഴയ സന്തോഷം ഇപ്പൊ കാണത്തില്ല. എന്നാൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ ഈ ചെറിയ ജീവിതത്തെ ഞാൻ ദൈവത്തിന്റെ യേശു കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജീവിതം കൊണ്ട് വളരെ 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 ഉപയോഗമുള്ള പല കാര്യങ്ങൾ അവൻ ചെയ്തെടുക്കും. അതിന്റെ രണ്ടാം ഭാഗം കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. अगर हम हमारा हाथ में जो है परमेश्वर के लिए देने के लिए तैयार है तो देने के समय निराश होगा या दुख भी होगा, but if you are ready to give, he will use it for many. वो हमारे जीवन में बहुत सारे कामों के लिए हमारा छोटी सी बातों का उपयोग करेगा, हमको भी पता नहीं होगा. അവന്റെ ജീവിതത്തിൽ ആ പുരുഷാരത്തിന് മുന്നിൽ വലിയ ആരാധനമായിട്ട് അവന്റെ കുടുംബമോ അവന്റെ പേരോ ഒന്നുമില്ല. പക്ഷെ അവന്റെ അടുത്ത് ആകുള്ളത് എന്തുവാ? 5 അപ്പവും 2 മീനും. ഇങ്ങനെയായിരിക്കും ഞാനും നിങ്ങളും പലരുടെ ജീവിതത്തിൽ. നമ്മൾ പലരും വളരെ തോൽവിയുടെ മുന്നിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഇതെന്നെ പരീക്ഷിക്കുവാനായിട്ടാണ്, ഞാൻ എന്ത് തീരുമാനമെടുത്തോ അതിൽ നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിക്കുവാനായിട്ടുള്ള തീരുമാനത്തിൽ പുതിയൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഞാനും നിങ്ങളും മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ആ തോൽവി വളരെ വളരെ പ്രയോജനം, വളരെ എൻകറേജ്മെന്റ് ആക്കി തീർക്കുവാനായിട്ട് പലരുടെയും ജീവിതത്തിൽ ആ എന്റെ തോൽവി കൊണ്ട് പലരുടെയും ജീവിതത്തിൽ ഒരു ഉത്സാഹത്തിന്റെ ഒരു പുതിയ തുടക്കം ആക്കിയെടുക്കുവാനായിട്ട് യേശു കർത്താവിന് സാധിക്കും. അപ്പോൾ തോൽവി കഴിഞ്ഞുള്ളവർ എന്ത് യേശു കർത്താവിന് കയ്യിൽ കൊടുക്കുന്നത്? ആ തോൽവി അങ്ങ് കൊടുത്തേക്ക്. ദൈവമേ ഞാൻ തോൽവി നിൽക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരണം. വിശ്വാസത്തിൽ ആ തോൽവി ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കൽ നിങ്ങൾക്കും പലരുടെയും മുന്നിൽ നിന്ന് പറയാൻ സാധിക്കും, ഞാൻ തോറ്റതാ, തുറന്നു പറയാൻ സാധിക്കും ഞാൻ തോറ്റതാ. പക്ഷേ എന്റെ ദൈവം പിന്നെ നിർത്തിയപ്പോൾ അതെന്റെ ജീവിതത്തിൽ, എന്റെ തോൽവിന്റെ ജീവിതത്തിൽ വരെ സാക്ഷ്യമായി തീരുമെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. अगर आप कहां कोई जगह पर आप बहुत गिर चुके हैं और आपके जीवन में विजय नहीं है, दुख में है, तो ये मन में रखना, वो दुख को मैंने परमेश्वर के हाथों में देता हूँ. आने वाले दिनों में मैंने खड़े होकर वो दुखी बातों को मैंने गवाही का रूप में बताया तो 5000 नहीं उससे ज्यादा लोग मेरी बात सुनकर मसीह में और इस पर विश्वास करेगा. हालेलुയ. എല്ലാവരും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവരെ കൈവയ്ക്കും. നിങ്ങൾ കേട്ട വചനം മനസ്സിലായോ? അപ്പൊ പുതിയൊരു തുടക്കത്തിൽ ഞാൻ നിങ്ങൾ നിൽക്കുന്നതാണ്. പക്ഷേ അതിന്റെ താഴത്തേക്കുള്ള വചനം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12 മുതൽ 14 വചനങ്ങൾ. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, അവൻ പറഞ്ഞ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ശേഷിച്ച ഭക്ഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് മാത്രം വായിച്ചാൽ മതി. യേശു നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തോൽവി വീണ്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ
നമ്മൾ അതിനെ തുച്ഛീകരിക്കുന്നവരായി തീരും. കാരണം എനിക്ക് ലഭിക്കാനുള്ളത് ലഭിച്ചു കഴിഞ്ഞു, ഇനി എന്തിനാ ഞാൻ മറ്റുള്ളത് നോക്കേണ്ടതെന്ന്. അവിടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ വാക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവർ വീണ്ടും പറഞ്ഞത്, അവർ അവിശ്വാസത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞത് ഇതുകൊണ്ട് മതിയാവോ എല്ലാവർക്കും. അപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കാമെന്ന്. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നത്, ഇനി മിച്ചമുള്ളത് ഒരിക്കലും അതിന് വേസ്റ്റ് ആക്കി കളയരുത്. ശേഷിച്ചത് അത് അതിന്റെ ആ ഒരു നടപടിക്രമത്തിൽ അതിനെ തിരിച്ച് ശേഖരിച്ച് വെക്കണം. കാരണം ഇനിയും പലർക്കും ഈ നന്മ ലഭിക്കുവാനായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. उसके बाद वहां 11 से लेकर वचन में लिखा है, जो बातें जो रोटियां बच गया, यीशु मसीह ने बहुत अच्छा से चेलों से बताया, इसको अच्छी तरीका से इकट्ठा करके रखना. हमारे जीवन में ऐसे एक आदत हो जाता है, बहुत कुछ मिलने से या मेरे जीवन में खुशी मिलने से हम बाकी सब कामों को, बाकी सब जो है उसको हम तुच्छ जानना शुरू करता है, क्योंकि मेरे लिए तो मिल गया, अभी बाकी क्या करके सोच. इसलिए यीशु मसीह चेलों से बोला, नहीं, जो बातें बच गया उसको कैसा करना है, इकट्ठा करके रखना. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ജീവിതത്തിൽ നൽകി കിട്ടിയ നല്ല ഒരു നന്മ ഒരിക്കലും അതിനെ വൃഥാവായി ഞാനും നിങ്ങളും എടുക്കരുത്. അതാണ് ആ വചനം നമ്മൾ പറയുന്നത്. അതിനെ വേണ്ടുന്ന വിധത്തിൽ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ദൈവത്തിന്റെ ആജ്ഞയാണത്, സൂക്ഷിച്ച് വെക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും. हालेलुया. वो जो बातें बच गया हम संभाल के रखना है, क्योंकि ऐसा वाला बातें और आने वाला दिनों में बहुत लोगों के जीवन में होने का जरूरत है. हालेलुया. അത് ഞാനൊരു പാട്ട് നിങ്ങളുടെ മുമ്പേ പറഞ്ഞില്ല, അവൻ ആർക്കും കടക്കാരനല്ല. എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് സന്തോഷമായിട്ട്, ദുഃഖമാവട്ടെ, നിരാശയാവട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 12-ാം വചനത്തിലേക്ക് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ മതി. പലരുടെയും ജീവിതത്തിൽ തൃപ്തി നൽകുവാനായിട്ടാണ് അവൻ എന്നെ ഇന്ന് ദുഃഖിപ്പിച്ചത്. പലരുടെയും ജീവിതത്തിൽ നന്മയുടെ ഒരു വഴിയായിട്ടാണ് ഇന്ന് എന്റെ കയ്യിലുള്ളത് അവൻ എടുത്തിരിക്കുന്നത്. അത് ഞാനും എന്റെ കുടുംബവും മാത്രം എന്ന് ഞാൻ വിചാരിച്ച സമയത്ത് ഈ ലോകത്തിലുള്ള പല കുടുംബങ്ങളുടെയും വിശപ്പകറ്റുവാനായിട്ട്, ഈ ലോകത്തിലുള്ള പലരുടെയും ജീവിതത്തിൽ ഒരു നന്മ നൽകുവാനായിട്ട് അവൻ എന്നിൽ നിന്ന് എടുത്തു. ഓ ബാത്തെ പ്രഭു മേരെ जीवन से इसलिए लिया, मेरी परिवार और मेरी बारे में सोचकर वो संभाल के रखा था. परमेश्वर ने इसलिए लिया, सिर्फ तेरी परिवार और तेरी जीवन नहीं है, इस दुनिया में बहुत लोगों का जीवन में ये आशीर्वाद पहुंचाने के लिए आई टुक इट, मैंने वो तेरे हाथों से लिया. मैं उम्मीद करता हूँ आप लोगों को भी छोटी सी मनन बहुत अच्छा से समझ आया होगा. जो लोग नया लोग हमारे बीच में है, आप लोग बहुत अच्छे से समझना. एक गीत है मलयालम में, वो किसी से भी कुछ लिया तो वो जरूर 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 उसकी 2 गुना या 100 गुना वापस देने वाला परमेश्वर है. ऐसे तो आपका जीवन से ही उन्होंने कुछ लिया है तो आप लोग परमेश्वर से ऐसा विश्वास करना, जरूर मैंने ये जो बातें किसी के सामने खड़े होकर गवाही के रूप में बताऊंगा. നിങ്ങൾക്ക് ഉറപ്പിച്ച വിശ്വാസം, എല്ലാവരും കണ്ണുകൾ അടച്ചാണ്, നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യത്തിനുള്ള ഒരു തുടക്കമായിട്ടാണ് ദൈവം എടുത്തിട്ടുള്ളത്. ആ ബാലകന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ അവനോട് കൂടെ ഇരുന്ന് ആലോചിച്ച് സംസാരിച്ച് ഞാൻ പറയും, ഞാൻ എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തിനെ കുറിച്ച് മാത്രമായിട്ടാണ് ഞാൻ അവിടെ കടന്നു ചെയ്യുന്നത്. പക്ഷേ അവന്റെ ചില കാര്യങ്ങൾ, യേശു കർത്താവിന്റെ ചില പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അത് എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, പലരുടെയും കുടുംബത്തിന്റെ, പലരുടെയും ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി ആയിട്ടാണ് അവൻ എങ്കിൽ നിന്ന് അതെടുത്തത്. അന്ത്രയോസ് എന്റെ കരങ്ങളിൽ അത് കണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അന്യമാരുടെ, അങ്കിളുമാരുടെ ആരെങ്കിലും കാണും, അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ കണ്ടിട്ടുണ്ട്. അത് അവർ യേശു കർത്താവിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുവാനായിട്ടാണ് നിങ്ങളെ നയിക്കുന്നത്. കൊടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ 12-ാം വചനം കൂടെ പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരുടെ, നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർമാരുടെ, നിങ്ങളുടെ നാട്ടുകാരുടെ മുന്നിൽ ഇവർ ഉപയോഗപ്പെടുത്തില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഒരു വലിയ സ്ഥാനത്തോടെ നിൽക്കുവാനായിട്ട് നിർത്തും എന്നുള്ള വിശ്വാസത്തോടെ ഈ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെ കേൾപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കാര്യങ്ങളെ, നമുക്ക് ആ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ആ പങ്കെടുക്കാൻ പ്രാർത്ഥന വെച്ചാൽ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പാട്ടുപാടിയ ശേഷം നമ്മുടെ പുതിയ സാരം കൊണ്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ട